നിതീഷ് സാർ നമസ്കാരം. ശശി തരൂരുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യനായ ഒരു നേതാവാണ് ശശി തരൂർ എന്ന് പറയുന്നത്. പക്ഷേ ഈയിടെയായി അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ, ചില അഭിപ്രായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം CPM-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ, അദ്ദേഹം BJP-ക്ക് അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇതൊന്നുമല്ല, കേരളത്തിനകത്തെ ഒരു വികസനത്തെ പറ്റി അല്ലെങ്കിൽ ഒരു നേട്ടത്തെ പറ്റി അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ കാണേണ്ടതില്ല, അദ്ദേഹം ഒരു വിശ്വപൗരനാണ് എന്ന തരത്തിലും ചർച്ചകളുണ്ട്. കോൺഗ്രസിൽ അദ്ദേഹം അടിയുറച്ചു നിൽക്കും, കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പുറത്തേക്ക് പോകില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശശി തരൂർ കോൺഗ്രസിനൊരു തലവേദനയാവുന്നുണ്ടോ? ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു അസറ്റാണ്. ഒരു കാരണവശാലും ശശി തരൂർ ഒരു കാലത്തും കോൺഗ്രസ് ഒരു തലവേദന ആയിട്ടില്ല, ആവുകയുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർ. കാരണം അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ, ചില അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹം ചില പതിവ് രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഒരു ഒരു നോർമൽ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ദഹിക്കുന്ന രീതിയിൽ ചില സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വരാറില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിനോട് കോൺഗ്രസിനോടുള്ള എതിർപ്പോ അല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായ പഠനങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ തന്നെ ഏറ്റവും അടുത്ത വിവാദം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. ആ ലേഖനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിയ ഡാറ്റ, അദ്ദേഹത്തിന് ആ ഡാറ്റ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയ രേഖകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന് ആധികാരികമായിട്ടാണ് അദ്ദേഹം അത് എഴുതി നൽകിയത്. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അദ്ദേഹം അത് കൃത്യമായി അദ്ദേഹം വേണ്ട ഒരു ജാഗ്രതയോടുകൂടി ഒരുപക്ഷെ അത് കണ്ടില്ല എന്ന് വന്നേക്കാം. ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെയോ പിന്നെ ദുർബലപ്പെടുത്തണം എന്നൊരു ലക്ഷ്യത്തോടെ അല്ല അദ്ദേഹം അത് എഴുതിയിട്ടുള്ളതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ചില ശക്തികൾ, ചില കോണിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കൂട്ടമായി ആക്രമിക്കാൻ അതിൽ ലാഭം ഉള്ള ആളുകളുണ്ട്. അദ്ദേഹത്തെ ആക്രമിച്ച് കോൺഗ്രസ്സുകാർക്കായ അദ്ദേഹത്തെ അനഭിമതനാക്കിയാൽ നേട്ടം ലഭിക്കേണ്ട ആളുകളുണ്ട്. അത്തരക്കാർ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പരിധി വരെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചില ആളുകൾ അതിൽ പെട്ടുപോയി എന്നുള്ളതും ഒരു പരിധി വരെ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, AK ബാലൻ പലപ്പോഴും സന്ദീപ് വാര്യരുടെ വിഷയമൊക്കെ ബന്ധപ്പെട്ട് AK ബാലനാണ് അന്ന് മുതലേ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പലതവണയായി ശ്രമിച്ചു. സന്ദീപ് വാര്യർ നല്ല അസറ്റാണ് എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അതൊക്കെ അദ്ദേഹം തിരുത്തിയെങ്കിലും, അതുപോലെ തന്നെ ഈ ശശി തരൂരിന്റെ വിഷയത്തിലേക്കും വരുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൽ ശശി തരൂരിന് ഒരു വലിയ സ്ഥാനം നൽകുന്നില്ല. CPM-നകത്തേക്ക് ശശി തരൂരിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ, അതായത് പ്രത്യക്ഷത്തിലല്ല പരോക്ഷത്തിൽ സ്വാഗതം ചെയ്യുന്നത് പോലെ പലപ്പോഴായിട്ട് ബാലന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ എങ്ങനെയെങ്കിലും അകറ്റുക എന്നൊരു ലക്ഷ്യം കേരളത്തിലെ CPM വല്ലാതെ ശ്രമിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് DYFI ഒക്കെ ഇപ്പോ അദ്ദേഹത്തെ സ്റ്റാർട്ടപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ച കാര്യമൊക്കെ അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, ആ ക്ഷണം അദ്ദേഹം നിരസിച്ചത് ഞാനും നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ AK ബാലന്റെ ക്ഷണവുമായി ബന്ധപ്പെട്ട് AK ബാലൻ ആരെയാണ് ക്ഷണിച്ചുകൂടാത്തത്? അദ്ദേഹം ആരെയാണ് ക്ഷണിക്കാത്തത്? അദ്ദേഹം സന്ദീപ് വാര്യരെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളും ഒക്കെ കേട്ടതല്ലേ. അവസാനം സന്ദീപ് വാര്യർ എവിടെയാണ് എത്തി നിൽക്കുന്നത്? സന്ദീപ് വാര്യർ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടതാണ്. AK ബാലനെ പോലെ അല്ലെങ്കിൽ CPM-നെ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശശി തരൂരിനെ പോലെ ലോകം ആരാധിക്കുന്ന, ലോകം മുഴുവനും അദ്ദേഹത്തിന് ഒരു ഫാൻ ബേസ് ഉള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ആ രീതിയിൽ നിൽക്കുന്ന ഒരു നേതാവ് CPM-ലേക്ക്, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് അവർ ദിവാസ്വപ്നം എന്നല്ലാതെ എന്താണ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയാൻ സാധിക്കുക? ശശി തരൂരിനെ കുറിച്ച് AK ബാലൻ മാത്രമല്ല, ലോകത്ത് ആരാണ് അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാത്തത്? വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. വിമർശനങ്ങൾ സ്വാഭാവികമല്ലേ, ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ. അദ്ദേഹത്തെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരുണ്ട്. അദ്ദേഹം ഇപ്പൊ സ്ഥാനം നൽകിയില്ല എന്ന് പറയും. ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ബോഡിയിൽ ഇരിക്കുന്ന നേതാവാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സ്ഥാനം നൽകിയില്ല എന്ന് നമുക്ക് ഏതർത്ഥത്തിലാണ് പറയാൻ സാധിക്കുക?
കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പരിഗണിക്കേണ്ട സമയത്തെല്ലാം കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട്. അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പരാതി ഉള്ളതായി ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് അതിനുള്ള സ്പേസും കോൺഗ്രസിനകത്തുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇതിനകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാനുമുള്ള സ്പേസ് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്പേസ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിവാദത്തിനെ കുറിച്ച് യാതൊരു കഴമ്പും ഈ വിവാദത്തിനകത്തില്ല. ഈ വിവാദം ഉണ്ടാക്കുന്ന ചില തൽപര കക്ഷികൾ ശശി തരൂർ കോൺഗ്രസിനകത്ത് എന്തോ വലിയതായിട്ടുള്ള പിന്നെ നേതൃദാരിദ്ര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ സ്വരച്ചേർച്ചയില്ല എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള കേരളത്തിലേതായാലും കേന്ദ്രത്തിലേതായാലും സർക്കാരിൻ്റെതായിട്ടുള്ള ചില വീഴ്ചകൾ മറച്ചു വെക്കാൻ ചില മാധ്യമങ്ങളും ചില PR ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തരം പൊറാട്ട് നാടകമാണ് ശശി തരൂരിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശശി തരൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ ഭരണം അറിയാമല്ലോ, അതായത് ഒരു ഭരണകൂടത്തിന്റെ എങ്ങനെയൊക്കെ ഭരിക്കാം, ആ ഭരണത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കാകമാനം കടുത്ത ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെ അത് കോൺഗ്രസിന് മുതലാക്കണമെങ്കിൽ കുറച്ചുകൂടി ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിൽ ശശി തരൂർ പ്രതികരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിക്കേണ്ടതിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തന്നെയല്ലേ? അല്ല, അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരളത്തിൽ നിലവിലെ സർക്കാർ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായി എല്ലാ വിഭാഗം ജനങ്ങളും, ഞാനൊരു മേഖല സ്പെസിഫൈ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് മേഖല എടുത്താൽ പോലും ആ മുഴുവൻ ജനങ്ങളാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അപ്പോൾ ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ശക്തവും സജ്ജവുമായിരിക്കേണ്ടത് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഒരാൾക്കും ഇല്ല. കഴിഞ്ഞ KPCC യോഗത്തിൽ നിങ്ങളെല്ലാം ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്താണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ഒരഭിപ്രായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായി കോൺഗ്രസ് ഇന്ന സീറ്റുകളിൽ ഊന്നി കൃത്യമായി ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് ഏത് രീതിയിലാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ആ കൃത്യമായ ബോധ്യം കേരളത്തിലെ കോൺഗ്രസിന്റെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും ഉണ്ട്. കൃത്യമായി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയൊരു ഇടതുപക്ഷ ഭരണം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത് കൃത്യമായ ജാഗ്രതയോട് പോയിട്ടില്ലെങ്കിൽ കേവലം ഒരു ഭരണമല്ല, ഇടതുപക്ഷം ഈ കേരളത്തോട് ചെയ്തിരിക്കുന്ന അനീതി, നീതികേട്, അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഒരു 100 സീറ്റിലധികം നേടിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വരേണ്ടതിന്റെ അനിവാര്യതയിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അനിവാര്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂരും പറഞ്ഞത് അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ വോട്ട് മാത്രം പോരാ, കോൺഗ്രസിന്റെ വോട്ട് മാത്രം പോരാ. കോൺഗ്രസിനെ ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന, മതേതരത്വം ആഗ്രഹിക്കുന്ന, ഈ നാട്ടിൽ ലഹരിക്കെതിരെ ചിന്തിക്കുന്ന, ഈ നാട്ടിൽ അക്രമത്തിനെതിരെ ചിന്തിക്കുന്ന, ഈ നാട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വോട്ട് കോൺഗ്രസിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ മുഴുവൻ ജനവിഭാഗങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ പദ്ധതികൾ മാറണമെന്ന് പറയുന്നതിൽ എവിടെയാണ് തെറ്റ്? ഞങ്ങളെ നവീകരിക്കാൻ വേണ്ടിയുള്ള ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അതിലെവിടെയാണ് തെറ്റ് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസ് വളരണം, കോൺഗ്രസ് സംഘടനാപരമായി സുസജ്ജമാകണം അടുത്ത തെരഞ്ഞെടുപ്പിന് എന്ന് ശശി തരൂർ പറയുന്നതിനെ പലരും വളച്ചൊടിച്ചുകൊണ്ട് അതൊരു കോൺഗ്രസിനെതിരായ പ്രസ്താവനയാക്കി മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ, ശശി തരൂർ മിനിയാന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോൺഗ്രസ് എന്നെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് എന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്ത് നിന്ന് ഒരുപാട് വിളികൾ, ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന്, വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എനിക്ക് വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ എഴുത്തിന്റെ മേഖലയിലേക്ക്, എന്റെ വായനയുടെ മേഖലയിലേക്ക് എനിക്ക് മാറിപ്പോവാം. കോൺഗ്രസ് എന്നെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത്? ശശി തരൂർ കോൺഗ്രസിനോട് അകലം പാലിക്കുന്നു, ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പോകുന്നു, ശശി തരൂർ കോൺഗ്രസിനെ ഉപേക്ഷിക്കുന്നു. AK ബാലൻ ശശി തരൂരിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നോ, അല്ലെങ്കിൽ കോൺഗ്രസ് ശരിയല്ല എന്നോ, കോൺഗ്രസ് എന്നെ പരിഗണിക്കുന്നില്ല എന്നോ അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടെ കൃത്യമായി അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കേൾക്കാനുള്ള ഒരു സ്പേസ് കൂടി ഇതിനകത്ത് ഉണ്ടാവണമെന്ന് അദ്ദേഹം പറയുമ്പോൾ
എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്ന ആ ഒരു വാചകത്തെ മാത്രം വളച്ചൊടിച്ച് അതിനെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായുള്ള ഒരു ക്യാമ്പയിനായി ഉപയോഗിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചില്ലേ? അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഈ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ചില എച്ചിൽ കഷ്ണങ്ങൾക്ക് പുറകെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ലേ? എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എവിടെയും കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മറ്റ് മേഖലകളിൽ അദ്ദേഹത്തിന് സമയം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രസ്താവനയെ പോലും എത്ര നീചമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്. അപ്പൊ മാധ്യമങ്ങൾക്ക് ഇതിൽ അജണ്ടയുണ്ട്. ഒരു വിവാദം ഇങ്ങനെ ലൈവായി നിലനിർത്തുക എന്ന ഒരു അജണ്ട മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. തീർച്ചയായും. എന്തായാലും അങ്ങയുടെ ഈ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത് ശശി തരൂറുമായി ബന്ധപ്പെട്ട വിഷയവും അല്ലെങ്കിൽ ഏത് തരം വിഷയവുമായാലും ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പല മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള ഒരു താല്പര്യം അനാവശ്യമായ ചർച്ചകളിലേക്ക് ശശി തരൂരിനെ വലിച്ചിടുന്നതാണ് എന്നതാണ് തന്നെയാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തുതന്നെയായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.